ഞങ്ങൾ തിരൂരുകാർക്ക് പഴയകം മുസ്ലിം തറവാട്ടിൽ നിന്ന് അനുഗ്രഹം മേടിച്ചൊരു ശോഭാപ്പറമ്പ് ഉത്സവം തുടങ്ങി അതിന്റെ കൊടി കണ്ട് താഴുമ്പോ മാർക്കറ്റിലെ കഞ്ഞിക്കാരുടെ വരവോടുകൂടി പുതിയങ്ങാടി നേർച്ചന്റെ കൊടി അങ്ങോട്ട് ഉയരും. താനൊരു ശോഭാപർമ്മ ക്ഷേത്രത്തിലെ കലങ്കരിക്ക് ആവേൻ സ്ഥാനാരോഹണം വരെ ഒരു മുസ്ലിം തറവാട്ടിൽ നിന്നാണെങ്കിൽ പുതിയങ്ങാടി നേർച്ചയുടെ ചെറിയ കൊടിയേറ്റത്തിന്റെ അവകാശം ഹൈന്ദവ കുടുംബമായ അമ്പാട്ട് തറവാട്ടുകാർക്കാണ്. ഇതിലും നന്നായി ഇനി തിരൂരുകാരെ വരച്ചു കാണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലെ. ചെറിയ കൊടിയേറ്റവും കഴിഞ്ഞ് ഇതാണ് പുതിയങ്ങാടിയുടെ പഴയ മാർക്കറ്റ്. ഇപ്പൊ മാർക്കറ്റ് ഒന്നുമില്ല, ഇത്ര ചെറുതായി ഒതുങ്ങി. നേർച്ചയുടെ 3 ദിവസവും കഞ്ഞി വെച്ച് വിതരണം ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ സ്വരൂപിച്ച ടണ്ണ് കണക്കിന് അരിയും ചുമടേറ്റി മക്കാമിലേക്കുള്ള കഞ്ഞിക്കാരുടെ വരവോടുകൂടി നേർച്ച തുടങ്ങും. പുകയിച്ച സുഗന്ധദ്രവ്യങ്ങളുടെ മണവും ചീനിമുട്ടിന്റെ താളവുമായി ചാപ്പക്കാരുടെ വരവ് വന്ന് അവസാനിക്കുന്നത് വരെയുള്ള ഈ 3 നാളുകള് തിരൂരിന് ഇനി ആഘോഷത്തിന്റെതാണ്.